ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ ജോയ് വ്ളോഗ്, എൻ്റെ ഹെൽത്ത് ഫിറ്റ്നസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗെയ്സ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വേറൊന്നുമല്ല. ഇന്നത്തെ വ്ളോഗ് വർക്കൗട്ടിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വർക്കൗട്ടിംഗ് ആണ്. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് വാൾ പുഷപ്പാണ്. അത് ഞാൻ കാണിച്ചു തരാം. വാൾ പുഷപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇതുപോലെ ഭിത്തി വേണം, ഇതുപോലുള്ള ചുമര് വേണം. അതിനെയാണ് നമ്മുടെ വാൾ പുഷപ്പിന്റെ വർക്കൗട്ട്. ഞാൻ അത് കാണിച്ചു തരാം. ഞാൻ ചെയ്യാൻ പോവാണ്. ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മളിങ്ങനെ വാൾ പുഷപ്പും അതുപോലെ തന്നെ രണ്ടാമത്തെ പുഷപ്പ്, അതുപോലെ തന്നെ നോർമലായിട്ടുള്ള പുഷപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രീത്തിങ് എടുക്കണം. ബ്രീത്തിങ് ഇങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതിനും ചില വ്യായാമങ്ങൾക്കൊക്കെ ബ്രീത്തിങ് അത്യാവശ്യമാണ്. ബ്രീത്തിങ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ബ്രീത്തിങ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് കാണിച്ചു തരാം. ബ്രീത്തിങ് ആദ്യം നിങ്ങൾ ബ്രീത്തിങ് എടുക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴാണ് ബ്രീത്തിങ് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ആദ്യം ശ്വാസം എടുക്കുക. ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ശ്വാസം ഇങ്ങനെ വിടണം. ഞാനത് കാണിച്ചു തരാം. അടിയിലോട്ട് പുഷ് ചെയ്തിട്ട്, അതിലൂടെ പുഷ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുഷിങ് നേരെ സ്ട്രൈറ്റ് ആണ്. സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് നേരെ നിന്നിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോ നിങ്ങള് ബ്രീത്തിങ് എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇങ്ങനെ ശരിക്കും നെഞ്ചുമിടണം. അടുത്തന്നെ ചെയ്യേണ്ടത്, നിങ്ങള് ഇങ്ങനെ ബാക്കിലോട്ട് പോകുമ്പോ നിങ്ങള് ശ്വാസം പുറത്തേക്ക് വിടണം. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ വീണ്ടും
ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് വർക്കൗട്ട് ചെയ്യാൻ വെച്ചാലും ബ്രീത്തിങ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചില എക്സസൈസിന് ബ്രീത്തിങ്ങിന്റെ ആവശ്യമില്ല. ഉദാഹരണം, നമ്മൾ ട്രെഡ്മില്ലിന് ആയാലും നമ്മൾ നോർമലായിട്ട് ഓടുമ്പോ ശ്വാസം ഇതുപോലെ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകും, ഹെൽത്ത് ഇഷ്യൂസ് വരും, വലിയ അപകടം ഉണ്ടാവും. കാലെന്തെങ്കിലും കുടിയിലേ അതുപോലെ തന്നെ ചതയിലേ അങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടാവും, വലിയൊരു അപകടമാണ്. അപ്പോ ബ്രീത്തിങ് ചില എക്സസൈസിന് മാത്രമേ ബ്രീത്തിങ്ങിന്റെ ആവശ്യമുള്ളൂ. ഈ ഓടുക, ചാടുക, പിന്നെ നടത്തം, ഓട്ടം, ഇതിന് ബ്രീത്തിങ്ങിന്റെ അത്യാവശ്യമില്ല. അങ്ങനെ നമ്മള് ഓടുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത് ഇങ്ങനെ ബ്രീത്തിങ് ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മള് നടക്കാണെങ്കിൽ നമ്മൾ മുന്നോട്ട് കാലിങ്ങനെ വെക്കുമ്പോ അത് നമ്മള് ഇടതുകാലാണ് ആദ്യം വെക്കുക. അതിനുശേഷം നമ്മള് വലതുകാല് വെക്കും. ഇപ്പൊ ഇടതുകാല് ഇങ്ങനെ ശ്വാസം കൊടുക്കുമ്പോ ഒരു ഗ്യാപ്പ് പോലും ശ്വാസത്തെ ഇങ്ങനെ ഇതാക്കാനും പറ്റില്ല. കാരണം അടുത്ത കാല് നമ്മൾ എന്ത് ചെയ്യും, വെക്കും. അപ്പൊ വെക്കുമ്പോ ശ്വാസം പുറത്തേക്ക് വിടും. കയറ്റിയ ശ്വാസം പുറത്തേക്ക് ഒരു അല്പനേരം ഇന്റർവെല്ല് പോലും ഇല്ലാണ്ട് നമ്മൾ അടുത്ത കാല് വെക്കും. അപ്പൊ വെക്കുമ്പോ അങ്ങനെ ഒരു ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. ശരിക്ക് നടക്കാനും ഓടാനും ഇതിന് വേണ്ടിയിട്ട് ബ്രീത്തിങ് ഇതിന്റെ ആവശ്യം ഇല്ല, ആവശ്യം വരുന്നേ ഇല്ല. ഏതിനൊക്കെയാണെന്നറിയോ ആവശ്യം? നമ്മള് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന എക്സസൈസ് ഇല്ലേ, അതിനൊക്കെയാണ് ശരിക്ക് ബ്രീത്തിങ്ങിന്റെ ആവശ്യം ഉള്ളത്. ഉദാഹരണം, നമ്മുടെ പുഷപ്പിന്റെ 3 ഘട്ടങ്ങള്, പുഷപ്പിന്റെ എത്ര ഘട്ടങ്ങളുണ്ട്, അതിനൊക്കെ ആണ് ശരിക്ക് ബ്രീത്തിങ്ങിന്റെ ആവശ്യം വരുന്നത്. പിന്നെ ചില എക്സസൈസിനുണ്ട് ബ്രീത്തിങ് എടുക്കേണ്ടത്. അപ്പൊ ഇതിനൊക്കെയാണ് ബ്രീത്തിങ്ങിന്റെ അത്യാവശ്യം. ഞാനിപ്പോ 10 ചെയ്ത് കാണിച്ചു. ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യും. 10 ഞാൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ചെയ്ത എക്സസൈസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചേക്കാം. അത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇത്തിരി കാല് എന്ത് ചെയ്യണം, പിറകിലോട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ പിറകിലോട്ട് നിന്നിട്ട് നമ്മുടെ ഷോൾഡർ ചെയ്യും. നമ്മുടെ ഷോൾഡറിനൊപ്പം കൈ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ കാലത്തിലോട്ട് നന്നായിട്ട് ഇങ്ങനെ പിറകിലോട്ട് പോയിട്ട് ഇങ്ങനെ വെച്ചാൽ, നേരത്തെ കുറച്ച് ഇത്ര ഇതിലായിരുന്നു നിന്ന് ചെയ്തത്, ഇതില്. അപ്പൊ നേരത്തെ ഇത്ര ഇതിൽ ചെയ്തു. ഇനി സെക്കൻഡ് ചെയ്യേണ്ടത് കുറച്ചും കൂടി ഒരു 2-3 സ്റ്റെപ്പ് പിറകിലോട്ട് നിൽക്കാൻ. ഷോറിനൊപ്പം കൈ വെക്കാതെ അങ്ങനെ
ഇങ്ങനെ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ശരീരം മൊത്തം നേരെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. നെഞ്ചും വയറും കാലും കൈയും നേരെ ആക്കി വെക്കുക. ഇത് നേരെ ഇങ്ങനെ വെച്ചിട്ട് നേരെ തന്നെ വളയാണ്ട് ചെയ്യുക. വളയാണ്ട് കൈ ഇതുപോലെ കുത്തുക. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അത് തോളിനൊപ്പം ആയിരിക്കണം കൈ വെക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ചെറുതായിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിലും നിങ്ങൾ എന്ത് ചെയ്യണം, കുക്ക് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കണം. ഇത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ ചെയ്യുക. അതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിട്ട് ശരീരദോഷം ഇങ്ങനെ വന്നതിന് ശേഷം ശ്വാസം എടുത്തത് പുറത്തേക്ക് വിടാം. അതുപോലെ വീണ്ടും ഇങ്ങനെ നിങ്ങള് 10 തവണ ഇതുപോലെ ഇത് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഡെയിലി ചെയ്യുമ്പോ ഇപ്പൊ എനിക്ക് 15 കുറവ് മാത്രം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനു മുന്നേ നമ്മള് നോർമലായിട്ട് ബ്രേക്കിന് എടുക്കാണ്ട് ഇതുപോലെ നമ്മള് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള സംഭവം അല്ല. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ ചെയ്തപ്പോ എനിക്ക് ഒരു നല്ലൊരു സുഖം കിട്ടി. പക്ഷെ അതല്ല ശരിക്കും ഒറിജിനലായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ അത് ചെയ്യണപ്പം ബ്രീത്തിങ് എന്തായാലും നമ്മൾ എടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ ആ വ്ളോഗിലൊക്കെ ബ്രീത്തിങ് എടുത്തിട്ടില്ല. ഒരു വ്ളോഗിൽ മാത്രമാണ് ഞാൻ ബ്രീത്തിങ് എടുത്തത്. അത് മിനിഞ്ഞാത്തെ വീഡിയോ ഇതിനാണ് തോന്നുന്നു. അപ്പൊ എടുത്തിട്ടുണ്ടാവില്ല. എന്തായാലും ഈ വക ചെയ്യുമ്പോ എനിക്ക് ആദ്യം എന്താന്ന് വെച്ചാ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറെ വട്ടം ഇങ്ങനെ 10-20 തവണ ഓരോ ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാ ഇങ്ങനെ ബ്രീത്തിങ് എടുക്കണം. അപ്പൊ ഞാൻ ഈ ബ്രീത്തിങ്ങോട് കൂടി ഓരോ ചെയ്ത് തുടങ്ങിയപ്പോ എന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാ മുമ്പ് 20-30 തവണ എടുക്കാൻ പറ്റുമായിരുന്നു ബ്രീത്തിങ് ഇല്ലാണ്ട്.
ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാ ബ്രീത്തിങ്ങിനൊപ്പം എക്സസൈസ് ചെയ്തപ്പോ ഈ 20-30 എന്നുള്ളത് 15 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 15ന്റെ താഴെ. കാരണം എന്താന്ന് വെച്ചാ നമ്മുടെ ശരീരം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരം നല്ല രീതിയിൽ ലോഡാണ്. അതൊക്കെ നല്ല രീതിയിൽ സെറ്റായി വരണം എന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഫസ്റ്റ് എക്സസൈസ് ചെയ്യുന്നവർക്കാണ് ഇത്രയും ബുദ്ധിമുട്ട്. ഈ ദിനം പ്രതി ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതിങ്ങനെ ബ്രീത്തിങ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ഇഷ്ടം പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. എത്ര വേണമെങ്കിലും ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം, എത്ര വേണമെങ്കിലും. പക്ഷെ ആദ്യം വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു എക്സസൈസ് ബ്രീത്തിങ്ങോട് കൂടി ചെയ്യുമ്പോ അത് 15 വട്ടം ഒറ്റ തവണ, പിന്നെ അടുത്ത തവണ അതേ എക്സസൈസ് ചെയ്യണമെങ്കിൽ ഒരു ഇന്റർവെല് കൊടുക്കണം. അതിന് ഇന്റർവെല് കഴിഞ്ഞ ശേഷം നേരത്തെ ചെയ്ത എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും ഈ ഇങ്ങനെ ഡെയിലി ശ്വാസം എടുത്ത് എക്സസൈസ് ചെയ്യുന്നവര് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ തുടക്കക്കാർക്ക് ഇത്തിരി പ്രയാസം ഉണ്ടാവും. അപ്പൊ ഞാൻ തുടക്കക്കാരനാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര തവണ ചെയ്യാൻ പറ്റിയത്. 30 തവണ നോർമൽ, അത് ബ്രീത്തിങ് ഇല്ലാണ്ട് ഞാൻ ചെയ്തത് 30 തവണ ആയിരുന്നു. അപ്പൊ ബ്രീത്തിങ്ങോട് കൂടി എക്സസൈസ് ചെയ്തപ്പോ 15ന്റെ താഴെയാണ് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റിയത്. ഓക്കെ, ഇത് രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. ശേഷം ഞാൻ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതിലും ബ്രീത്തിങ് എടുക്കണം. ഇത് എങ്ങനെയാന്ന് വെച്ചാ, ഇത് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി ഉണ്ട്. ഇത്രയും എക്സസൈസാണ് ഞാൻ കുറെ നാളുകളായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറെ നാള് ഇങ്ങനെ എക്സസൈസ് ചെയ്ത്, പിന്നെ ഇടയ്ക്ക് ചിലപ്പോ വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള എക്സസൈസ് ചിലപ്പോ ഞാൻ മാറ്റി ചെയ്യും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്യാവുന്ന എക്സസൈസ് ആദ്യം ആയിരുന്നു ഞാൻ ഡിഫറെന്റ് ആക്കി. സമയമില്ലാത്തതുകൊണ്ട് പല സംഭവങ്ങളൊക്കെ ഒക്കെ ആക്കി. വേറൊന്നുമല്ല, നമ്മള് ശ്വാസം വീഴുമ്പോ നമ്മളൊരു കാല് താഴോട്ട് മുട്ടുമടക്കി മുട്ടിക്കുമല്ലോ. ഒരു കാല് ഇങ്ങനെ തറയില് മുട്ടിന് മടക്കി ഇങ്ങനെ കുത്തുമ്പോ നമ്മള് ശ്വാസം എന്ത് ചെയ്യണം, ഉള്ളിലോട്ട് എടുക്കണം. എന്നിട്ട് മടക്കേ കാല് നിവർത്തിയിട്ട് എന്ത് ചെയ്യണം, മുമ്പോട്ട് വെച്ച കാല് പിന്നീട് മുട്ടുമടക്കി എന്ത് ചെയ്യുക, നിലത്ത് കുത്തുക. കുത്തുമ്പോ ബ്രീത്തിങ് എടുക്കണം. അത് എങ്ങനെയാന്ന് വെച്ചാ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എണ്ണിക്കുമ്പോ എടുത്ത ശ്വാസം നിങ്ങള് പുറത്തേക്ക് വിടാം. എങ്ങനെ
ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ബ്രീത്തിങ് ചെയ്യണം. ഇതുപോലെ ബ്രീത്തിങ് ചെയ്യണം. പിന്നെ നിങ്ങള് ഞാൻ അടുത്ത് ഞാൻ ചെയ്തത് വാൾസീറ്റാണ്. വാൾസീറ്റിന് നിങ്ങള് ബ്രീത്തിങ് ചെയ്യണം. എങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കുക, ശരീരം കാലും ഒക്കെ അറ്റൻഷനായി നിന്ന് എല്ലാം നേരെയാക്കുക, സ്ട്രൈറ്റ് ആയി നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴേക്ക് ഇരിക്കുമ്പോ ശ്വാസം എടുക്കണം. മുകളിലേക്ക് പൊന്തുമ്പോ പൊന്തി എഴുന്നേക്കുമ്പോ എന്താണ് ശ്വാസം എടുക്കണം. മുകളിലേക്ക് പൊന്തി എഴുന്നേൽക്കുമ്പോഴേ ശ്വാസം എടുത്തത് പുറത്തേക്ക് വിടണം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതേപോലെ 10 തവണ ചെയ്യുക. ഈ എക്സസൈസ് മാത്രമായിട്ട് കൂടുതൽ തവണ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇത് ഹാർഡ് ആയിട്ടുള്ള എക്സസൈസ് ആണെങ്കിലും ഇച്ചിരി ഈസി ആയിട്ട് ആണ് ഈ കാണിച്ചിരുന്ന എക്സസൈസ്. മറ്റേത് നല്ല രീതിയിൽ ഹാർഡാണ്, നല്ല വെയിറ്റ് താങ്ങുന്നുണ്ട് നമ്മള്. എന്നാലും ഞാൻ പരമാവധി വളയാണ്ട് നേരെ തന്നെയാണ് സ്ട്രൈറ്റ് ആയിട്ട് നിന്നാണ് സംഭവം ഞാൻ ചെയ്തത്. ശരിക്കും ഷോൾഡർ ഭിത്തിമേ ചേർന്ന് നിലം മുട്ടണം. ആദ്യം ചെയ്യുന്നവര് ഒക്കെ ബുക്കിന് വരില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് ഭിത്തിമേ 2 ഷോൾഡറും മുട്ടണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്ത് എക്സസൈസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ചില എക്സസൈസിന് ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും അത്യാവശ്യമാണ്.
ഈ ബ്രീത്തിങ് അത് ചില എക്സസൈസിന് മാത്രമേ ഉള്ളൂ. ചില എക്സസൈസിന് ബ്രീത്തിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ എന്തായാലും ബ്രീത്തിങ് എടുക്കുന്നതൊക്കെ നല്ലതാണ്. ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഹെൽത്തിയാണ്. ഇതിൽ ദോഷങ്ങളൊന്നുമില്ല. ചെയ്യുമ്പോ സൂക്ഷിച്ച് കണ്ട് ചെയ്യാത്രേ ഉള്ളൂ. ഒത്തിരി സൂക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളിങ്ങനെ ബ്രീത്തിങ് എടുക്കുമ്പോ പിറകില് ചിലപ്പോ ഒരാളൊന്ന് ഇങ്ങനെ തമാശക്ക് അടിക്കുമ്പോ എന്ത് ചെയ്യും, നമ്മള് കുഴഞ്ഞ് വീഴും. കാരണം നമ്മള് ഒപ്പം വർക്കൗട്ട് ചെയ്യുമ്പോ ബ്രീത്തിങ് എടുക്കണം. പിറകിലേക്ക് ഇങ്ങനെ അടിക്കുമ്പോ നമ്മള് പെട്ടെന്ന് എന്താന്ന് വിചാരിക്കും. അപ്പൊ വർക്കൗട്ടിനൊപ്പം നിങ്ങള് ബ്രീത്തിങ് എടുത്തിട്ടാണ് നിങ്ങള് ചെയ്യുന്നതെങ്കിൽ ഈ വക കാര്യങ്ങൾ നിങ്ങള് പിറകില് കുട്ടികൾ ചിലപ്പോ തമാശക്ക് അടിക്കും. അപ്പൊ അടിക്കുമ്പോ എന്തോട്ട് പോവും, ചിലപ്പോ തുഴഞ്ഞ് വീഴും. നിങ്ങൾ അതൊക്കെ നല്ല രീതിയില് ശ്രദ്ധയോടെ നിങ്ങൾ നോക്കി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതോടൊപ്പം ബ്രീത്തിങ് ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത്രയുള്ള കാര്യം. ഇന്നത്തെ സംഭവം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇതിന് ശേഷം ഈ കാണിച്ചത് ഒക്കെ ഞാൻ കൂടുതൽ സമയമെടുത്ത് ചെയ്യണമെന്നുണ്ട്. അപ്പൊ വ്ളോഗ് എടുത്ത് കഴിഞ്ഞ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് അടുത്ത സമയത്ത് വരാം. അതുവരെയ്ക്ക് ഇന്നത്തെ എന്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾ സമാധാനത്തോടെ സ്നേഹത്തോടും ദുഃഖത്തോടു കൂടി ഇരുന്ന് കേട്ടതിനും ഇരുന്ന് കണ്ടതിനുമായ എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എന്റെ ടാറ്റാ ബൈ ബൈ സീ യു.